നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പുള്ള സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആക്ടറുടെ ഡേറ്റ് കിട്ടാനാണ് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റോറിയൊക്കെ കൺസീവ് ചെയ്യുന്നത്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെയുള്ള സിനിമകൾക്കൊന്നും വലിയൊരു അക്സെപ്റ്റൻസ് ഇല്ലാതെ വരുന്നു. അതേസമയം വളരെ ചെറിയ കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്, അതായത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂവും നല്ല കണ്ടൻറ്റ്, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി സ്റ്റഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വിജയിക്കുന്നുണ്ട്. അതിനൊരു നല്ല എക്സാമ്പിളാണ് പ്രേമലു പോലുള്ള സിനിമകളുടെ വിജയം. അപ്പോൾ അത്തരത്തിൽ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മാറി. പിന്നെ നമ്മളിപ്പോൾ ഈ OTT ഒക്കെ വന്നതിന് ശേഷം പല രാജ്യങ്ങളിൽ നിന്നുള്ള നല്ല നല്ല കണ്ടൻറ്റ്സ് നമ്മൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് സിനിമയോടുള്ള നമ്മുടെ വീക്ഷണമേ മാറിയിരിക്കുന്നത്. ഇതെൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുന്നതാണ്. എൻ്റെ പോലും സിനിമ വീക്ഷണത്തിൽ ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഇതിൻ്റെ അടുത്ത പാർട്ടായിരുന്നല്ലോ. ഇതിനകത്ത് എനിക്കൊരു ചെറിയ കൺസേൺ തോന്നുന്നത് ഇതിൻ്റെ പ്രീക്വൽ പാർട്ട്, അതായത് നമ്മൾ ലൂസിഫറിൽ കണ്ട മോഹൻലാലിൻ്റെ ഒരു പവർ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് പാസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററിയൊക്കെ കാണിക്കുന്ന ഭാഗം വരുമ്പോഴത്തേക്ക് എത്രത്തോളം ലാലേട്ടൻ്റെ ഫേസിലൊക്കെ അവർ ആ ഒരു പവർ കൊണ്ടുവരുന്നു എന്നുള്ളതൊക്കെയാണ് കാണേണ്ടത്. എന്തായാലും അതുകൊണ്ട് അത് എത്രത്തോളം സ്ക്രീൻ പ്രസൻസ് ആയി കിട്ടുമെന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ എന്തായാലും സിനിമ ഫസ്റ്റ് ഡേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിതാപകരമായിട്ട് തിയേറ്റർ ഓടുന്ന അവസ്ഥയിൽ നിന്നും ഇത്തരത്തിലൊരു സിനിമ വരുമ്പോഴത്തേക്ക് ആ ഒരു ഇമ്പാക്റ്റ് തിയേറ്റേഴ്സിൽ ഉണ്ടാകട്ടെ